അതായത് അതെ, ഇനി പ്രേമിച്ച് മറ്റേ ലിവിങ് ടുഗെദർ ടെസ്റ്റ് ഒക്കെ നടത്തി അതിലിനി ഓക്കെ ആണോ അല്ലയോ എന്നാൽ അതിനൊന്നും എനിക്ക് വയ്യ. ആ ഒരു ടൈമൊക്കെ പോയി. കൊച്ചിന് വയസ്സ് 13 ഇല്ല, എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല എനിക്ക്. എന്റെ പൊന്ന് പ്രിയപ്പെട്ട റിപ്പോർട്ടർ ചാനലുകാരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് ഒരു ന്യൂസ് നിങ്ങൾ ഇടുന്നതിന് മുമ്പ് എന്താണ് ആ ന്യൂസ് എന്നുള്ളത് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്താൽ നല്ലത്. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു ന്യൂസ് ചാനൽ അല്ലേ, എത്രയോ ആൾക്കാർ ന്യൂസ് ചാനൽസിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഹെഡ്ലൈൻസ് കൊടുക്കും. നമസ്കാരം. നമ്മുടെ ആര്യ സിബിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രമുഖ ചാനലായിട്ടുള്ള റിപ്പോർട്ടർ ചാനലിൽ വാർത്ത വരികയുണ്ടായി. ആര്യ ബാബുവിൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡ്ലൈനോട് കൂടിയ അതിന് പ്രതികരിച്ചിരിക്കുകയാണ് ആര്യ. തങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻറ്റ് മാത്രമാണ് കഴിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യയുടെ ആ ഒരു പ്രതികരണം. നമുക്കതൊന്ന് കേട്ടു നോക്കിയാലോ. പ്രിയപ്പെട്ട റിപ്പോർട്ടർ ചാനലുകാരുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് ഒരു ന്യൂസ് നിങ്ങൾ ഇടുന്നതിന് മുമ്പ് എന്താണ് ആ ന്യൂസ് എന്നുള്ളത് കറക്റ്റായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ട് അത് പബ്ലിഷ് ചെയ്താൽ നല്ലത്. നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു ന്യൂസ് ചാനൽ അല്ലേ, എത്രയോ ആൾക്കാർ ന്യൂസ് ചാനൽസിനെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്തെങ്കിലുമൊക്കെ ഹെഡ്ലൈൻസ് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ വലിയ ഉപകാരം. കല്യാണത്തിന്റെ ഫോട്ടോസ് അല്ല ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് ആണ്. നേരത്തെ എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്തിരുന്നു, ഒരു ഫ്യൂ ഡേയ്സ് മുന്നേ കൂടുതൽ ഫോട്ടോസ് വഴിയെ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ആണ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ടില്ല, ആര്യ വിവാഹിതയായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെന്റ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ബിഗ് ബോസ് താരങ്ങളായ സിബിനും ആര്യയും ഏറെ പ്രേക്ഷക പിന്തുണയുള്ള താരങ്ങളാണ്. ഇരുവരും ഒറ്റ സുഹൃത്തുക്കളുമാണ്. ഏഷ്യാനെറ്റിൽ നേരത്തെ ഇരുവരും വർക്ക് ചെയ്തിരുന്നു. ഒരുമിച്ചാണ് ഏഷ്യാനെറ്റിൽ നിന്നും ഇരുവരും പടിയിറങ്ങിയതും. എന്നാൽ അക്കാലം അത്രയും ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ആര്യ തൻ്റെ ജീവിതത്തിലെ ചില കഥകൾ, ഏടുകൾ ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. താൻ ഒരുപാട് സ്നേഹിച്ച വ്യക്തി താൻ ബിഗ് ബോസിൽ പോയി വരുമ്പോഴേക്കും മറ്റൊരു വിവാഹം കഴിച്ചു, അതും തൻ്റെ ഉറ്റ സുഹൃത്തായ മറ്റൊരു പെൺകുട്ടിയെ. അത് തന്നെ ഒരുപാട് ട്രോമയിലാക്കി എന്നൊക്കെ ആര്യ പറയുകയുണ്ടായി. ഇപ്പോൾ താനൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എന്നും തനിക്ക് പറ്റിയ ഒരാൾ വരികയാണെങ്കിൽ വിവാഹം കഴിക്കുമെന്നും പറയുകയുണ്ടായി. എന്നാൽ ഏറെ രഹസ്യമാക്കി വെച്ച ഈ ഒരു റിലേഷൻ ഇപ്പോൾ ഇവർ പുറത്തു വന്നിരിക്കുകയാണ്. ഇരുവരും സ്നേഹബന്ധത്തിലാണ്, വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇതാ എൻഗേജ്മെൻറ്റും കഴിഞ്ഞു. മകൾ ഖുഷിയുടെ ഏറെ പിന്തുണയോടുകൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് ഇവരുടെ എൻഗേജ്മെൻറ്റ് ഈ അടുത്ത ദിവസം കഴിഞ്ഞത്. വളരെ സന്തോഷത്തോടെ കൂടി ഖുഷി ബേബിയുടെ കൂടെയുള്ള ഫോട്ടോസുകളും പങ്കുവച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ സിബിനും ഖുഷിയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആര്യ നേരത്തെ സോഷ്യൽ മീഡിയയിലിട്ടിരുന്നു. വളരെ സ്നേഹത്തോടു കൂടി സിബിൻ്റെ കൂടെ നൃത്തം ചെയ്യുന്ന ഖുഷി ബേബിയുടെ ചിത്രം ആര്യ പങ്കുവച്ചിരുന്നു. നിരവധി പ്രേക്ഷക പിന്തുണയാണ് ആ ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഖുഷി ബേബിയുടെ അച്ഛനായിട്ട് സിബിൻ വരുന്നു. ഏറെ സന്തോഷമാണ് ഇവർക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുള്ളത്. ഇനി സിബിന് വിവാഹ വാർത്തയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. സൂര്യയുടെ ഷോ ഇങ്ങനെ എല്ലാ സിറ്റിയിലും പോകുന്ന ഒരു ഷോ ആണ്, ഓഡിയൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ജനറൽ ഷോ ആണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ വിഷയം കോടതി നിൽക്കുന്ന ഒരു വിഷയമല്ലേ, അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ലല്ലോ അല്ലേ. നിയമപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഞാൻ അഭിപ്രായം പറയുന്ന കാര്യമാണ്. അപ്പം കാണാം, ഞങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട് സംസാരിക്കും. ഞാൻ ഒരുമിച്ച് നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ബാക്കി കല്യാണത്തിന്റെ വിശേഷമൊക്കെ നമ്മൾ അപ്പം പറയാം. എല്ലാം ഇനി ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ ഒറ്റയ്ക്കില്ലല്ലോ. ഇനി ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് അപ്പൊ ഒരുമിച്ച് പറയാം. ചേട്ടാ ഈ പ്രണയത്തിന് തുടക്കം കഴിയായിരുന്നു. ഇപ്പം പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് പറയാം. അഷ്കറിന്റെ വീടല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്ന് ഞങ്ങൾ സംസാരിക്കുന്നു. വിവാഹ വാർത്തയെക്കുറിച്ച് സിബിൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഞാനും ആര്യയും ഒരുമിച്ച് വേദിയിലെത്തി സംസാരിക്കും, ഞങ്ങൾ ഒരുമിച്ച് വരും, എന്നിട്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമെന്നാണ്. വിവാഹ വാർത്തയെക്കുറിച്ച് നിരവധി കോൺട്രവേഴ്സികളാണ് ഉള്ളത്.
നിരവധി ആളുകൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്പനയിൽ വെച്ചുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ വാർത്തകൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഞങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കുമെന്നാണ് സിബിൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ചോദിക്കില്ല കേട്ടോ. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണമല്ല, നിങ്ങൾക്ക് അത്ര ആരാധകരുള്ളതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് ആണ്. ഒന്ന് വിശേഷം അതെ അതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വീഡിയോ പല ടാഗിലേക്ക് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ വായിക്കുമ്പോഴും കാണും. അതുകൊണ്ടാണ് ഹാപ്പി അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വിളിക്കുമോ? എല്ലാരും വിളിക്കും. നിങ്ങളെല്ലാരും നമുക്ക് ആഘോഷം. എല്ലാരും വിളിക്കും. നമ്മുടെ സന്ദർഭം വരുമ്പോൾ ഉറപ്പായിട്ടും പറയും. ശരി കേട്ടോ. ഞങ്ങൾ വരും, ഒരുമിച്ച് വരും എന്നാണ് സിബിൻ പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, വേറൊന്നും കൊണ്ടുമല്ല, നിങ്ങൾക്ക് ഒരുപാട് ആരാധകരുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നത്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്ന് ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുകയാണ്. അതിന് നൽകുന്ന സിബിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ചേട്ടാ, മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഡിഫറെൻറ്റ് ടാഗുകളിൽ ഇതിനെക്കുറിച്ച് വാർത്തകൾ നൽകും. അതൊരു പക്ഷേ ഞങ്ങളെ ഒരുപാട് വേദനിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ വന്നുകൊണ്ട് ഈ വാർത്തയ്ക്ക് ഉത്തരം നൽകുന്നതാണ് എന്നാണ് അദ്ദേഹം പറയുന്ന മറുപടി. തീർച്ചയായിട്ടും ഈ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. ഒരുമിച്ച് വന്നുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പോഴിതാ ആര്യ തന്നെ വന്നിട്ട് പറയുകയാണ്, ഇവരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ട് വളരെ വലിയ പ്രമുഖ ചാനലുകൾ വരെ ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്ന തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചിരിക്കുകയാണ്. അതിന് ആര്യ തന്നെ നൽകുന്ന മറുപടിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇത്രയും വലിയൊരു ചാനലിൽ വളരെ മോശമായിട്ടുള്ള, വളരെ തെറ്റായിട്ടുള്ളൊരു കമൻറ്റ് കൊടുക്കുമ്പോൾ, വളരെ തെറ്റായൊരു വാർത്ത കൊടുക്കുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കാതെ ദയവ് ചെയ്ത് ഇനിയെങ്കിലും വാർത്ത നൽകരുത് എന്നാണ് ആര്യ നൽകുന്ന മറുപടി. എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്